back. ചേമ്പ് നമ്മൾ പറിച്ചില്ലേ പുഴുങ്ങ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, this is the breakfast for today. We already harvest that day. Remember, this is the one. ഇനി നമ്മുടെ പണി തുടങ്ങണം. നമുക്കുള്ള ഇത് ചെയ്ത് കഴിഞ്ഞ് ഇത് അത്രയും മതി. ഒരു ചെറിയ ഒരു പോർഷൻ നമ്മുടെ മറ്റെടുത്ത് സാലി ഈ ഫ്രിഡ്ജിൻ്റെ അകത്തിരിക്കുന്നത്. എനിക്ക് കൈ ചൊറിയും സംഭവം. അവിയലിനോടുള്ളത് അവിയലിന് ഇടായിരിക്കും അല്ലേ? ആണല്ലേ? കൂടുതലിട്ട് നമുക്ക് ഇച്ചിരി വേവിച്ച് എടുക്കാം. സാരിക്കറിയാവോ ചെയ്യാൻ? പിച്ചാത്തി കൊണ്ടാണ് ഞാൻ എളുപ്പം നോക്കി ചെയ്ത് നോക്കി. നമ്മളപ്പോൾ ഇങ്ങനെ പോകത്തില്ല. അല്ല അത്രേ പോകത്തുള്ളൂ. ചിരണ്ടു അല്ലേ? ആ ഓക്കെ. ഓ അങ്ങനെ എടുക്കുന്നത്. ഓ ഇങ്ങനെ എടുക്കുന്നത്. ആ ഓക്കെ ഓക്കെ. ആ എന്നാൽ ചെയ്തു. ഞാൻ കട്ട് ചെയ്ത് നമുക്ക് സാലഡ് ചെയ്യാം. എന്നിട്ട് ഇത് ഇതിനകത്താണോ പുഴുകുന്നത്? കട്ട് ചെയ്തു. നമ്മളെ ചേമ്പിന് ചമ്മന്തി ഉണ്ടാക്കും കേട്ടോ. ഞങ്ങൾ കോട്ടയംകാരി ഇങ്ങനെയൊരു ചമ്മന്തി ഉണ്ടാക്കും. ഇവിടെ പക്ഷേ പത്തനംതിട്ടയിൽ സാരി എങ്ങനെ ഉണ്ടാക്കുന്നത്? തൈരാണ്. ഉള്ളിയും കൂടെ തൈര് ഒഴിക്കും. അല്ലാതെ ചുമ്മാതെ കാന്താരി മുളക് ഉള്ളി എല്ലാം കൂടെ ചതച്ച് ഉപ്പ് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കും. ഇത് ഇതിൻ്റെ അകത്ത് നമ്മൾ വെറുതെ ഉള്ളി ഇങ്ങനെ ചതച്ചെടുക്കണം. ആക്ച്വലി ഞാനിപ്പോൾ അരയ്ക്കുമല്ല, ഞാൻ അരിഞ്ഞിട്ട് ഞാനിങ്ങനെ കൈ കൊണ്ട് മിക്സ് ചെയ്യും. അപ്പം ശരിയാണ്. അതിൻ്റെ അകത്തോട്ട് നമ്മുടെ സാധാരണ മുളക് പൊടി, പിന്നെ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കും. പുളിയില്ലേ, വാളൻപുളി അതുകൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. അത് നല്ല Guys, I am talking in Malayalam. Maybe you will not understand, but I will explain. So, guys, I will explain. This is the onion chutney with the taro. Okay? So I just cut the small onion salad with chili powder. This is actually less hot. It's not very hot. അതിന് തോലിപ്പുളിയോ കഴിക്കുന്നത്? സ്വന്തം വീട്ടിലെ സാധനങ്ങൾ അവിടെ അറിയത്തില്ല. കഴിക്കുന്നില്ല. ഇത് കോക്കനട്ട് ഓയിൽ. ഓക്കെ, കോക്കനട്ട് ഓയിൽ ഫോർ നൈസ്ലി. ദാറ്റ് വൺ. ഉപ്പ് പാകത്തിന്. ഇത് പുളിയാണ്. പുളി ഇത് കുറേ പഴകിയതായതുകൊണ്ട് ഭയങ്കര പുളിയായിരിക്കും അല്ലേ? ആണോ? ഇത് അതിനകത്ത് ഇട്ടത് വെള്ളം ഉണ്ട് ശകലം. ഇത് അഴുക്കാകത്തില്ലെന്നോ അല്ലേ? Then we will mix it nicely. So guys, this is the final product. ഇങ്ങനെയാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് ചമ്മന്തി. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. Look like this. കണ്ടോ? അങ്ങനെ ചേമ്പ് അടുപ്പേ കയറി കുറച്ച് സമയം എടുക്കും. ഒരു about half an hour it will take time to cook.
ഉപ്പിട്ടു. ഉപ്പ് കുറച്ചിട്ടാൽ മതി. ഓക്കെ. ഇനി കുറച്ച് സമയം വേണ്ടി. വെന്തോന്ന് നോക്കണം. വെന്തു. ഓക്കെ. അല്ല, ഒരു 5 മിനിറ്റ് കൂടെ നിൽക്കട്ടെ, ഉപ്പ് പിടിക്കട്ടെ, ചിലപ്പോൾ അങ്ങോട്ട് അല്ലിക്കും. ഓക്കെ. തണുത്ത് കഴിയുമ്പോഴേ. അപ്പോൾ ചേമ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ കഴിക്കാം. എടുത്തു. എടുത്ത് കഴിച്ചു. ഇഷ്ടം പോലെ ഇതാരും തീരത്തില്ലല്ലോ. ഓക്കേ. എൻ്റെ പൊന്ന് സാറേ, ഈ കോമ്പിനേഷൻ ഒരു കോമ്പിനേഷനാണ്. ഓക്കെ. ഇതാണോ ചമ്മന്തി? മറ്റേ ഈ ചമ്മന്തിയാണ് സച്ചാൻ ഇഷ്ടം. ഇവൻ താൻ ഇഷ്ടം. നമ്മുടെ ഈ സാലി പറഞ്ഞു ഇവിടെ നമ്മൾ കൂടുതലും മറ്റേ ചമ്മന്തി ഉണ്ടാക്കുന്നു. എന്താ? തൈര്. എനിക്ക് നമ്മൾ ലെസ് സോൾട്ട് കൺസ്യൂം ചെയ്യുന്ന ആളാണ്. അങ്ങനെ കപ്പയും ചമ്മന്തിയും റെഡി. പിടിക്കണം. സൂപ്പർ. Nice. So tasty. കഴിക്കട്ടെ.